ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ആ ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം അതിനെ ഊറ്റി, അതായത് ഒരു ദിവസം നമ്മൾ രാവിലെ ഇട്ടതിന് ശേഷം വൈകുന്നേരം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് 2 ദിവസം അത് വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ അത് മുളച്ച് വരും. നമ്മൾ പണ്ട് സയൻസ് ക്ലാസ്സിലൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതുപോലെ മുളച്ച് വരുന്ന പയർ നമുക്ക് വളരെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. അത് വെച്ച് തോരൻ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീഡിയോയിലേക്ക് പോയി. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക, ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് അതും നന്നായി വഴറ്റി കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം. ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം, അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ മുളപ്പിച്ചതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയർ മുളപ്പിച്ച തോരൻ റെഡിയായി. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാണുന്നതിനേക്കാൾ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.